ഹായ് ഗായ്സ്, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ശരിക്കും വിഷമം തോന്നിയൊരു സംഭവമാണ് പറയാനുള്ളത്. ഇന്നലെ കണ്ടൊരു ഒരു പെൺകുട്ടി ബസ്സിൽ പോയിട്ട് ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടു. അടുത്തിരിക്കുന്ന ഒരാൾ എന്തോ മോശമായി ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഫേസ് അടക്കം വീഡിയോയിലെടുത്താക്കി ഇട്ടിട്ട് റീച്ച് കിട്ടാണ്ടിട്ട് ഭയങ്കരമായിട്ടും അദ്ദേഹത്തിനെ നാണം കെടുത്തി. ഇപ്പം ഞാൻ അറിയുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇത്തരം പെൺകുട്ടികൾ സമൂഹത്തിൽ കിടന്ന് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഒരാളുടെ ആത്മഹത്യയെ കൊണ്ട് നിർത്തി അത്തരം വീഡിയോ. ഞാൻ ആ വീഡിയോ കണ്ടതിൽ എനിക്ക് മനസ്സിലായത് ബസ്സിനകത്ത് ഒരുപാട് തിരക്കുള്ള സമയത്ത് അദ്ദേഹം ഈ സൈഡ് തിരിഞ്ഞാണ് അദ്ദേഹം നിൽക്കുന്നത്. ഞാനും ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളൊരു സ്ത്രീയാണ്. ഞാനും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഭയങ്കര തിക്കും തിരക്കുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ഒന്ന് തട്ടി എന്നൊക്കെ വരാം. കാരണം നമ്മൾ ഒരു പബ്ലിക് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് മോശമായ ഒരു ടച്ച് ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് പ്രതികരിച്ചാൽ മതി. ഈ തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ അയാൾ അത്ര രീതിയിൽ പോലും ആ പെൺകുട്ടിയോട് അത്ര ബാഡ്ലി ഒരു ടച്ചും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു കയ്യിൽ എന്തോ സാധനം ഇരിക്കുന്നു, ഒരു കൈ കൊണ്ട് അടുത്ത സീറ്റിലാണ് പിടിച്ച് നിൽക്കുന്നത്. അതിന് ഈ പെൺകുട്ടി ചേർന്ന് നിന്ന് ഇങ്ങനെ സൈഡ് പോസ്റ്റ് ക്യാമറയൊക്കെ പിടിച്ചിട്ട് ഇയാളെ നിങ്ങൾ സമൂഹം തന്നെ കൈകാര്യം ചെയ്യൂ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ട് അദ്ദേഹത്തിന് നാണം കെടുത്തി. അദ്ദേഹത്തിന് കുടുംബവും മക്കളും എല്ലാം ഉണ്ടാവും. ഈ കേരളക്കരയിൽ അദ്ദേഹം മൊത്തത്തിൽ മോശമായി. അതിൻ്റെ പേരിൽ ആ മനോവേദന കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കഷ്ടമായിപ്പോയി. പെണ്ണുങ്ങളെ, നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. സത്യസന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് മുതലാക്കി നിങ്ങൾ വൈറലാകാൻ ശ്രമിക്കൂ. ഇത്തരം ആറ്റിറ്റ്യൂഡ് ഒരു സ്ത്രീയും കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് എന്താണ് കിട്ടിയത്? ഈ ചെറിയ ഒരു പെൺകുട്ടിയാണ്. ഇനി എത്രയോ വർഷങ്ങൾ ഈ പെൺകുട്ടി ഇത് നീറി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. ഈ പെൺകുട്ടി ഇത്ര ഒരു വീഡിയോ എടുത്ത് പുറത്തിട്ടിട്ട് ഒരു വ്യക്തിയെ മോശമാക്കി കാണിക്കുമ്പോൾ സത്യസന്ധമായ കാര്യമല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. ആ വീട്ടിൽ ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനെ കൊന്നിട്ട് ഈ പെൺകുട്ടി ഇതാണ് എടുത്തിട്ടുള്ളത്? എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഈ പെൺകുട്ടി കിട്ടിയതെന്ന് എനിക്ക് അറിയുന്നില്ല ഗൈസ്. ഇത്തരം പെൺകുട്ടികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, അർഹമായ ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിൽ കയറി അടുത്ത് നിൽക്കുന്ന ചെറുക്കന്മാരെ മുട്ടിയും തിരുമ്മി നിന്നിട്ട് അതെടുത്ത് വീഡിയോ പുറത്തിട്ട് കാണിക്കൽ അത് വളരെ മോശമാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വിലയാണത് ഇത്തരം മോശമായ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്. അതിനെതിരെ സൈബർ ഒരു നിയമം എടുത്തേ പറ്റൂ. ഈ പെൺകുട്ടിക്ക് കറക്റ്റായ ഒരു ശിക്ഷ കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം മോശമായ രീതിയിൽ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് നിലനിൽപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം മരിച്ചത്. വളരെ കഷ്ടമായിപ്പോയി. കേട്ടപ്പം വളരെ വിഷമം തോന്നി. സമൂഹത്തിൽ ഇത്തരം പെൺകുട്ടികളും ഉണ്ടല്ലോ എന്ന്. എവിടെ പോയി തീർക്കും ഈ പാപം? ഈ പെൺകുട്ടി എവിടെ പോയി തീർക്കും ഗൈസ്? അതുകൊണ്ട് എനിക്ക് നിയമത്തിനോട് പറയാനുള്ളത്, ഈ പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഒരാളുടെ മരണത്തിനിടയായ സംഭവത്തിന് അതിൻ്റെ കാര്യകാരണങ്ങൾ തിരക്കി എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിക്കെതിരെ നിയമ നടപടികൾ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അർഹിച്ച ശിക്ഷ ഈ പെൺകുട്ടിക്ക് കൊടുത്തേ പറ്റൂ. കാരണം ഒരു കുടുംബത്തിലൊരു ഗൃഹനാഥനാണ് നഷ്ടപ്പെട്ടത്. ഒരു പുരുഷന് ആത്മാഭിമാനം ഉള്ളത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ഇത്തരം പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നിന്ന് കാണിക്കാനുള്ള ചേഷ്ടകളൊന്നുമല്ല ഇതൊക്കെ. ഒരുപാട് യഥാർത്ഥ കേസുകൾ ഇതുപോലുള്ള സ്ത്രീകൾ കാരണം നിയമം നോക്കിക്കാണുന്നില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം സ്ത്രീകളുള്ളത് കൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് കേസ് കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ഒരു നീതി കിട്ടുന്നില്ല. ഇത്തരം ഫ്രോഡ് പെണ്ണുങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നിൽക്കണമെന്നാണ് എനിക്ക് നിയമത്തിനോട് പറയാനുള്ളത്. എന്തായാലും നിനക്ക് സമാധാനമായല്ലോ അല്ലേ പെണ്ണെ? ഇത്തരം ഒരവസ്ഥയിൽ ഒരാളെ കൊണ്ടെത്തിച്ചപ്പോൾ ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞപ്പം നീ സന്തോഷവതിയല്ല. നിനക്ക് ഒരുപാട് റീച്ചൊക്കെ കിട്ടി, നീ അതൊക്കെ മേടിച്ച് അതൊക്കെ കണ്ട് നീ സന്തോഷിക്കുന്നുണ്ടല്ലോ അല്ലേ? നിൻ്റെ വീട്ടിലും ഇല്ലേ ആൾക്കാർ? നിൻ്റെ വീട്ടിലും ഇല്ലേ കുടുംബം? നിനക്കും ഇല്ലേ സഹോദരന്മാരൊക്കെ? നിന്നെ അയാൾ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല.
അയാൾ മാറിയാണ് നിൽക്കുന്നത്. നമുക്ക് നന്നായിട്ട് ആ വീഡിയോ കാണാൻ പറ്റും ഗൈസ്. അത് അവൾ ചേർന്ന് നിന്ന് അതും വിഷ്വൽ രൂപിച്ച് എടുത്തിട്ടാണ് അതെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓ, കഷ്ടം തന്നെ കേട്ടോ ഇത്തരം സ്ത്രീകളെ കൊണ്ട്. എന്തായാലും ഈ പെണ്ണിനെതിരെ നിയമ നടപടിക്ക് പോകണമെന്നും അർഹതപ്പെട്ട ശിക്ഷ ഈ പെൺകുട്ടിക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർക്ക് അത് താങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ കൊടുക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.